പൊളിച്ച്. യെസ്. പൊന്നുമോൻ പഠിക്കാ? ആ പൊന്നുമോൻ പഠിക്കാൻ കണ്ടൂടെ? എന്നാ നീ ആ ബുക്കിംഗ് എന്നിട്ട് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ? നീ എന്തൊക്കെ പഠിച്ചെന്നറിയണമല്ലോ. ചേച്ചി എന്നോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഓക്കെ? ബുക്കിംഗ് താടാ, ഞാൻ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നോക്കട്ടെ. വേണ്ട, എന്റെ ബുക്ക് നോക്കാൻ എന്റെ ടീച്ചറുണ്ട്, ഞാനും ഉണ്ട്. ചേച്ചി നോക്കണ്ട കേട്ടോ. എടാ ഞാൻ നിന്റെ ചേച്ചിയല്ലേ? എടാ ഞാൻ ഒന്ന് ബുക്ക് നോക്കിയെന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയ്ക്ക് കുഴപ്പം. ആ എനിക്ക് നല്ല കുഴപ്പമുണ്ട്. അത്രയ്ക്ക് ചേച്ചിയെ ബുക്ക് കീറും. നീ എന്താ ഇതിനകത്ത് ലവ് ലെറ്റർ വെച്ചിട്ടുണ്ടോ? ബുക്ക് താടാ. ഉണ്ടെങ്കിൽ ചേച്ചിക്കണ്ട. എന്താണിത്? എന്താ തല്ലുടിച്ചോണ്ടിരിക്കണേ? അമ്മ നല്ല കലിപ്പിലാട്ടാ. ഇവിടെ ഇരുന്ന് തല്ലുടിച്ച രണ്ടിനും നല്ല വീക്ക് കിട്ടും. ആണോ? ഇനി ഞാൻ പിന്നെ എടുത്തോളാടാ. ആ നോക്കാം. എന്താ പറ്റിയേ? അമ്മ എന്തോ സീനാണ്. ഇതാണ് മോന്റെ പഠിത്തം. അതെ, ഞാൻ പഠിച്ച് ബോറടിച്ചപ്പോ ഫോൺ എടുത്തതാ. ഒന്നുമില്ലടി, വെറുതെ പറ്റിപ്പോ പഠിക്കണമൊന്നുമില്ല അവൻ. പഠിക്ക് കേട്ടാ. മനുഷ്യൻ സ്വൈരൊക്കെ എടുത്താൽ ഈ വീട്ടില് 2 ഈറ്റിംഗ് മതിയാ എനിക്ക്. മോഹിനി, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചോദിച്ചാൽ അവളങ്ങ് പോയോ? ആ വേണ്ടെങ്കിൽ വേണ്ട. ഇത് ചോദിച്ചത് ചിലപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് തോന്നിക്കാണും. അങ്ങനൊന്നും അല്ലെന്ന് ഞാൻ വേറെ ആരോട് സംസാരിക്കാൻ. അതൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളാ. എപ്പോ ചുമ്മാ പറയില്ല, ഞാൻ വല്ല പറയേ മിണ്ടല്ലേ. എന്ത്? ഓ അങ്ങനെ. അത് സാരിയില്ല. ആ എനിക്കറിയാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ചുമ്മാ. നീ എന്ത് ചെയ്യുക? അത് അങ്ങനൊക്കെ പോട്ടെ. കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് അത് തന്നെ അതെല്ലാ വോളിയും PDF ആയിട്ട് തന്നെ അയച്ചു. എനിക്ക് പഠിക്കാൻ വേണ്ടി തന്നെ. അല്ല അത് നീ എത്രാന്ന് വെച്ചാ MB ഒന്നും കുഴപ്പമില്ല, നീ അയച്ചോ. ഇവിടെ വൈഫൈ ഉണ്ടല്ലോ. ശരി. അപ്പൊ അയച്ചിട്ട് നീ ഒന്ന് മിസ് അടിച്ചോ കേട്ടോ. ഓക്കെ ശരി. എന്തുവാടേ പരിപാടി? അത് സിലബസ് ഒന്ന് കവർ ചെയ്യാനേ ടെക്സ്റ്റ് എല്ലാം ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. നീ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, എന്താ സംഭവം? ബയോളജിയും കൂടെ വേണമായിരുന്നു, പക്ഷെ പിന്നെ ഞാൻ ഓർത്തത് ബയോളജി എന്റെ അടുത്തുണ്ട്. PSC ടെസ്റ്റിനായിരിക്കും അല്ലയോ? അച്ഛൻ ഇതുപോലെ ഒരുപാട് PSC ടെസ്റ്റുകളൊക്കെ കണ്ടിട്ടുള്ളതാ. പക്ഷേ ജയിക്കണം. അച്ഛൻ മനസ്സ് വെച്ചാ ഇത് ജയിപ്പിച്ചെടുക്കാം. ഓ ആയിക്കോട്ടെ, പഠിച്ചോ സമയം കളയണ്ട. ഇതിന് പിന്നെ എന്തോ കഥയൊക്കെ ഉണ്ടാക്കുമ്പോ പോയിട്ട്. എടി മക്കളെ, ഈ പിള്ളേരെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അതിലുള്ള അമ്മൂമ്മയുണ്ടല്ലോ, അവരെ കാണാൻ നല്ല ഭംഗിയല്ലേ? ആ തള്ളനെ കാണാനൊന്നും ഭംഗിയൊന്നുമില്ല. ആ തള്ളനെ അങ്ങ് പിടിച്ചൊന്നും തോന്നല്ലോ. എടി മധു, എന്നെയും ഈ പിള്ളേരെല്ലാം ചേർത്തൊരു വീഡിയോ അങ്ങോട്ട് എടുത്തേ. എന്നിട്ട് വേണം എന്റെ ചാനൽ കൂട്ടി പോവാൻ. നമുക്ക് എന്നെ അങ്ങ് പിടിച്ചില്ല. എന്നാ നിന്റെ തലേനെ കൊണ്ടൊന്ന് പിടിപ്പിക്കേ. അച്ഛമ്മ പെണങ്ങല്ലേ, നമുക്ക് ആലോചിക്കാം. എന്താടാ? ഞാൻ ഒരു യാത്രയിലായിരുന്നു, ദീർഘയാത്ര. പെർമിഷൻ കിട്ടി. ഡോണ്ട് ഫീൽ ബാഡ്. എനിക്കൊരു 15,000 rupees 10,000 രൂപ കിട്ടി. ഇനി അടുത്ത ആഴ്ച വീണ്ടും ഒരു 40,000 കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് ചെലവ് ചെയ്യണോട്ടാ. ഉറപ്പായിട്ടും ചെലവ് ചെയ്യുമല്ലോ. നമുക്കേ സിനിമയ്ക്ക് പോവാം. വേണ്ട അച്ഛ, ബീച്ചിൽ പോവാം. എന്താ സിനിമയ്ക്ക് പോയാലും എടി നമ്മളെല്ലാരും കൂടി പോകുമ്പോ ഒരു ഓർത്തിരിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലത്ത് പോണ്ടേ അല്ല അച്ഛാ? അപ്പൊ നമുക്ക് ബീച്ചിൽ പോയാൽ മതി. അയ്യോ, സിനിമ കണ്ടാ ഓർത്തിരിക്കാൻ പറ്റില്ല. സിനിമയ്ക്ക് പോയാൽ എനിക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റില്ല. വേണ്ട, നിങ്ങൾ നിർത്തിക്കേ. എടാ, എന്റെ അനിയന്റെ വീട്ടിൽ പോവാം, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി. അച്ഛമ്മ അങ്ങ് തനിയെ പോയാൽ മതി. നീ അതിന്റെ ഒരു കുറവുകൂടെ സത്യത്തിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടൊക്കെ വന്നിരിക്കുക, ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച് ഒരു സ്ഥലം കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. സിനിമയ്ക്ക് പോയാ മതി.
ബീച്ചിൽ പോയാൽ മതി. ആ നോക്കിയിരു. അച്ഛമ്മ ബീച്ചിൽ പോയാൽ മതിയേ. അല്ല അച്ഛമ്മ, നമുക്ക് സിനിമയ്ക്ക് പോണേലും നല്ല എന്തോരം പടങ്ങൾ ഇറങ്ങിക്കുന്നത്. ബീച്ച് എന്താ കുഴപ്പം? ചുമച്ച് ചാവ്. ആ, ഇതാണ്. നീ ഇനി ബീച്ചിൽ പോണ്ട. ഈ ചുമയും വെച്ച് ബീച്ചിൽ പോണ്ട. പോണ്ട പോണ്ട പോണ്ട, ഞാൻ സമ്മതിക്കത്തുമില്ല. ചേച്ചിമാര് പറഞ്ഞ കേക്കാത്തന്റെ. ബീച്ചിൽ പോണ്ടാന്നാ പറഞ്ഞത്. ഈ ചുമയും വെച്ചിട്ട് ഇനി അവള് ബീച്ചിൽ കണ്ട കമ്പനി. പക്ഷെ തിയേറ്ററിലെ AC കാരനെ അത് വിട്. ആകെ നമുക്ക് എല്ലാരും കൂടി പുറത്തു പോണ ഒരു സമയമാണ്. അത് നിങ്ങൾ കോളാക്കല്ലേ? എടാ കുരിപ്പേ, മിണ്ടാണ്ടിരിയടാ. ഞാനാ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. അച്ഛമ്മ പറഞ്ഞാ മതി. ആ പറയാം. ഒന്ന് ആലോചിക്കട്ടെ. ബീച്ച്